ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ആനിമൽ, ഒരു സാമൂഹ്യ ജീവി എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോൾ ധാരാളം ആളുകളുമായിട്ട് ഇടപഴകാറുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പുതിയ +1 ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പരിചയക്കാരുണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി, കോളേജ് തലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഇതൊരു അക്കാഡമിക് സൈഡിൽ നമുക്ക് അങ്ങനെ കൂട്ടാം. ഇനി അതല്ലാതെ സാധാരണ ജീവിതമാണെങ്കിൽ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക ബിസിനസ് നടത്താൻ ഒരു ടൗണിൽ പോകുന്നു, അവിടെ ചെറിയ കച്ചവടം നടത്തുന്നു, അപ്പോൾ അവിടെ കുറേ ആളുകളെ പരിചയപ്പെടുന്നു, കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു കടയിൽ നമ്മൾ ജോലിക്ക് നിൽക്കുന്നു, അപ്പോൾ കുറച്ച് പേരെ പരിചയപ്പെടുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ായിട്ട് നമുക്ക് പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയും അതിൽ ചില ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇൻറ്റിമസി കാണിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുന്നു. വേറെ ചിലത് അങ്ങനെയായി മാറുന്നില്ല. ചിലർ നല്ല സുഹൃത്തുക്കളായിട്ട് നമ്മൾ കൊണ്ടു നടന്നിട്ടും അവർ നമ്മളെ ചീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് ഒരാളുടെ ബോഡി ലാംഗ്വേജും ആളുടെ പെരുമാറ്റം നോക്കിയിട്ട് അയാൾ വിശ്വസ്തനാണോ അല്ലെങ്കിൽ അയാൾ ചതിക്കാൻ സാധ്യതയുണ്ടോ, ചതിയന്മാരുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന വിശ്വാസയോഗ്യരായ ആളുകളുടെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും MTVlogലേക്ക് സ്വാഗതം. സാധാരണ പറയാറുള്ള ഒരു കാര്യം പറയാം. എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലുള്ള ധാരാളം വീഡിയോകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലോഡ് ചെയ്യുന്നതും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഏതായാലും നമുക്ക് തുടങ്ങാം. ലക്ഷണങ്ങൾ പറയുമ്പോൾ എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ പറയുന്ന മുഴുവനും ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ അയാൾ ചതിയനാണെന്നും അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വിചാരിക്കരുത്. അതുപോലെ ആ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ചിലർ നമ്മളെ ചതിച്ചെന്ന് വരാം. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നേരെ തിരിച്ച്, ഇപ്പോൾ ഇതിനകത്ത് മുഴുവൻ ലക്ഷണങ്ങളും കാണിക്കണമെന്നില്ല. ഒരു 5ഓ 8ഓ ലക്ഷണങ്ങൾ കാണിച്ചാലും അയാളെ വിശ്വസിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. കുറച്ച് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അയാളോട് പെരുമാറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് നടിച്ച് വരികയും എന്നിട്ട് നമ്മുടെ നല്ല സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ക്യാഷ് ഉള്ളപ്പോൾ, നല്ല ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് നല്ല ജോലി ഉള്ളപ്പോൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും സൗഹൃദം നടിച്ച് വരികയും, എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, നമ്മുടെ സാമ്പത്തികം പെട്ടെന്ന് നമ്മൾ പൊളിഞ്ഞ് പാളിസായി പോകുന്നു, അല്ലെങ്കിൽ അസുഖമായിട്ട് കിടന്നു പോകുന്നു, അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് പാരലൈസ് ചെയ്തിട്ട് നട്ടെല്ലിന് പ്രശ്നം വന്നിട്ടൊക്കെ നമുക്ക് കാണാറുണ്ട്. അങ്ങനെ 1 മാസമോ 2 മാസമോ 3 മാസമോ കിടന്നു പോകുമ്പോൾ നമ്മുടെ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, നല്ല സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുകയും അതല്ലാത്ത നമ്മുടെ മോശം സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ പിന്നീട് വിശ്വസിക്കാൻ പാടില്ല. രണ്ടാമത്തത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാൽ ഞാൻ പറയാം, രണ്ടാമത്തെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മുടെ ഒരു പരാജയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫെയിൽ സംഭവിക്കുമ്പോൾ ഉടനെ ചിരിക്കുന്ന, അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ പരാജയത്തിൽ സന്തോഷം കണ്ടെത്തുന്ന സുഹൃത്തുക്കൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കളല്ല. അതുപോലെ അടുത്ത ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് മറച്ചു വെക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ, മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അത് പോട്ടെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മായ്ച്ച് കളയുക, ആ ഭാഗം മൈൻഡ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ, പല തവണയായിട്ട് ചില സംഗതികൾ നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾക്ക് മറ്റാരെങ്കിലും ആയിട്ടുള്ള ഇടപാടുകളാണ്. നമ്മളെ വിശ്വസിക്കുന്ന രീതിയിലായിരിക്കില്ല. നമ്മളോട് മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരെ നമ്മൾ വിശ്വസിക്കാൻ പറ്റില്ല. അടുത്ത ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നത്, ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ലക്ഷണത്തിൻ്റെ ബാക്കി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഉപയോഗം നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അദ്ദേഹം ഫോൺ നമ്മുടെ സാന്നിധ്യത്തിൽ ചില ഫോണുകൾ കട്ട് ചെയ്ത് കളയും. അങ്ങനെ വരുമ്പോൾ ഉടനെ അത് കട്ട് ചെയ്യും. കാരണം മറ്റെന്തോ ഒന്ന് ഹൈഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അത്. അവരുടെ ചാറ്റിംഗ്, വാട്സപ്പ്, സാധാ മെസ്സേജുകൾ, എല്ലാ കാര്യങ്ങളും നമ്മളിൽ നിന്ന് ഒരല്പം മാറി നിൽക്കുക, അല്ലെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾ കാണാതെ പെട്ടെന്ന് ഹൈഡ് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുക. അതുമല്ലെങ്കിൽ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പിന്നെ സംസാരിക്കാമെന്നുകൊണ്ട് പുറത്തേക്ക് പോയിട്ട് നമ്മൾ കേൾക്കാതെ സംസാരിക്കുക. അങ്ങനെ നമ്മളിൽ നിന്ന് എന്തോ ഒന്ന് ഹൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അദ്ദേഹത്തിന് കൂടെ കൂട്ടാനും പറ്റില്ല. അതുപോലെ വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നത്, വാക്ക് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മളോടിപ്പോൾ പറയുകയാണ് അടുത്ത തിങ്കളാഴ്ച നമുക്കൊരു സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച നമുക്കൊരു മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയുകയും ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തതിന് തൊട്ട് മുമ്പായിട്ട് അകാരണമായിട്ട് അത് ക്യാൻസൽ ചെയ്ത് കളയും. അങ്ങനെ വാക്ക് പാലിക്കാതെ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നീട് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ജെന്യൂൻ റീസൺ കൊണ്ട് വല്ല മരണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് ക്യാൻസൽ ചെയ്യുന്നതല്ല പറയുന്നത്. പൊതുവെ ഒന്നിലധികം തവണ നമ്മളെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ന പരിപാടിക്ക് ഞാൻ വരാമെന്ന് പറയുകയും ആ സമയമാകുമ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ട് ഞാനില്ല, നിങ്ങൾ സ്വന്തം പോയിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അയാൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ സുഹൃത്തായി നിൽക്കുന്ന ആളുകൾ കാണിക്കേണ്ട ഒരു വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നമ്മുടെ പരാജയത്തിൽ സങ്കടപ്പെടുകയാണ് ചെയ്യേണ്ടത്. പകരം നമ്മുടെ വിജയത്തിൽ നമ്മെ ഇകഴ്ത്തിക്കെട്ടാൻ, നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്ന, നമ്മളിപ്പോൾ നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു, അങ്ങനെ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളോട് നന്നായി എന്ന് പറയുന്നതിന് പകരം, നന്നായിട്ടൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് മോശമുണ്ട്, അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്, കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവുകൾ പറഞ്ഞിട്ട് ഉപദേശ രൂപേണ നമ്മളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നുവെന്ന് ഒന്നിലധികം തവണ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സൈക്കോളജി.
സൈക്കോളജി. മറ്റൊരു പ്രധാനപ്പെട്ടത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, വളരെ പ്രധാനപ്പെട്ട വിശ്വസിക്കാൻ പറ്റാത്ത ചതിയന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നല്ല കാലത്ത് നമ്മുടെ കൂടെ സൗഹൃദത്തോടെ നടക്കുന്ന സമയത്ത് നമുക്ക് വല്ല ഉപകാരം ചെയ്തു, വല്ല ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുകയും കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു കാരണത്തിന് ഒരു ചെറിയ പിണക്കം ഉണ്ടാകുമ്പോൾ പണ്ട് ചെയ്ത എല്ലാ ഉപകാരങ്ങളും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അയാളെ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ ഘടിപ്പിക്കാൻ പറ്റില്ല. സാധാരണ രീതിയിൽ നിനക്ക് അന്ന് ഹോസ്പിറ്റലായിരുന്നപ്പോൾ ഞാനല്ലേ ക്യാഷ് തന്നത്, നിനക്ക് വാഹനം വാങ്ങാൻ ഞാനല്ലേ അന്ന് ക്യാഷ് തന്നത്, നിനക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാനല്ലേ രക്ഷപ്പെടുത്തി തന്നത് എന്ന് വിളിച്ചു പറയുന്ന, മറ്റുള്ളവരും കൂടെ കേൾക്കുന്ന രീതിയിൽ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റില്ല. അവരെ പിന്നീട് നമ്മുടെ ലൈഫിലേക്ക് അടുപ്പിക്കരുത് എന്നതാണ് സത്യം. അതുപോലെ നമുക്ക് ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് തന്നെ വേഗം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സംസാരം എപ്പോഴും നെഗറ്റീവായിരിക്കും. നെഗറ്റീവ് സംസാരം എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചും നെഗറ്റീവായിരിക്കും, മറ്റുള്ളവരെക്കുറിച്ചും നെഗറ്റീവായിരിക്കും. ഒരു ഐ ആം ഓക്കെ ടൈപ്പ് എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയാം. ഞാനെല്ലാം തികഞ്ഞ ആളാണ്, അയാളെന്താ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ അല്ലായിരുന്നല്ലോ ചെയ്യേണ്ടത്, ആൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പ്രസംഗിക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ വർക്ക് ഇങ്ങനെ ആയിരുന്നല്ലോ വേണ്ടത്, ഇങ്ങനെ അല്ലല്ലോ പെരുമാറേണ്ടത്, അങ്ങനെ എല്ലാവരുടെയും കുറ്റം പറയും, നമ്മളോട് പറയും നീ അങ്ങനെ ആയിരുന്നല്ലോ ചെയ്യേണ്ടത്, നീ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതോടൊപ്പം മറ്റുള്ളവരെ കുറ്റം പറയുന്നത് പോലെ തന്നെ പരദൂഷണം കൂടുതൽ നമുക്ക് ചേർത്ത് പറയാവുന്നതാണ്. പരദൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് പരദൂഷണം പറയുന്നത് ചിലപ്പോൾ നമ്മളറിയില്ല, മറ്റാരോടെങ്കിലാണ് പോയിട്ട് പറയാം, നമ്മളെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷേ നമുക്ക് അദ്ദേഹത്തിന് ആ നേച്ചർ ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. മറ്റു പലരുടേതുമായ പരദൂഷണം നമ്മളോട് പറഞ്ഞു തരികയാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ വന്നിട്ട് അവൻ അങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, മറ്റവൻ ഇങ്ങനെയാണ്, അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം നമ്മളോട് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരെ വിശ്വസിക്കരുത്. നമ്മളെക്കുറിച്ച് എന്തായാലും മറ്റുള്ളവർക്ക് പോയിട്ട് നെഗറ്റീവ് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ ചീറ്റിംഗ് മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും നമ്മുടെ മനഃപൂർവ്വം ചതിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ പിന്നീട് വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചതിക്കുക എന്നുള്ളൊരു നേച്ചർ, നമ്മളെയും ചതിക്കും മറ്റുള്ളവരെയും ചതിക്കും. എന്തെങ്കിലും വാക്ക് പറഞ്ഞ് ചതിക്കുക, സാമ്പത്തികമായി ചതിക്കുക. ഏറ്റവും നല്ലത് ഒരാളെ വിലയിരുത്താൻ അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ ഇടപാടുകളാണ്. സാമ്പത്തികത്തിൽ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്ന ആളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് സൗഹൃദ വലയത്തിലെ ആളുകൾ മാത്രമല്ല, കുടുംബത്തിലെ, ഫാമിലിയിലെ എല്ലാറ്റിലും ഇത് ബാധകമാണ്. ഇത്തരം എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ നേരത്തെ പരദൂഷണം പറഞ്ഞതുപോലെ മറ്റൊരു ലക്ഷണം നമുക്ക് പറയാവുന്നത് വെച്ചാൽ കളവ് പറയുന്ന ശീലം. സാധാരണ രീതിയിൽ കളവ് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കളവ് പറയുന്നവരെ കണ്ടെത്താനുള്ള ബോഡി ലാംഗ്വേജ് വെച്ച് കണ്ടെത്താവുന്നത്. നമുക്കതൊന്നും അല്ലാതെ നമുക്ക് നേരിട്ട് അറിയാവുന്ന സാധാരണ കളവുണ്ട്. ആ കളവ് പറയാൻ വെച്ചാൽ നമ്മളോടും കളവ് പറയാം, മറ്റുള്ളവരോടും കളവ് പറയാം. ആ കളവ് പറയുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവണ്ട. സാധാരണ രീതിയിൽ എൻ്റെ ഒരു ലാഭത്തിനാണ് ഞാൻ കളവ് പറയാം, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു ടീമിൻ്റെയോ ലാഭത്തിന് വേണ്ടി നമ്മൾ കളവ് പറയും. അങ്ങനെ ഒന്നുമില്ലാതെ എപ്പോഴും കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ തന്നെ ബോസ്റ്റിംഗ് നടത്തുന്ന, നമ്മൾ വിഡൽസ് എന്ന് പറയുമല്ലോ, ഭയങ്കരമായിട്ട് പിന്നെ ബടായി വിട, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, വെറുതെ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറയുന്ന ടൈപ്പ് ആളുകളാണെങ്കിൽ അവരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കളവ് പറയുന്ന ശീലമുണ്ടെങ്കിൽ അവരെയും നമുക്ക് ജീവിതത്തിൽ വിശ്വസിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കളവ് പറയുന്ന ആളാണെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. ഒന്ന് രണ്ട് ലക്ഷണങ്ങൾ പറയാവുന്നത് പറഞ്ഞാൽ, ഒന്ന്, അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അവരിങ്ങനെ ഒരു നല്ല കാര്യം നടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട കുറേ നന്മകൾ നമ്മൾ ഉപദേശിക്കുകയും എന്നാൽ നിത്യജീവിതത്തിൽ അതിലൊന്നും ഇല്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറച്ചിൽ മാത്രമാണ്, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല എങ്കിൽ അവരെ നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് എക്സാമ്പിൾ പറയാനുണ്ട്, പക്ഷേ എനിക്ക് ഈ വീഡിയോ ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സാമ്പിളൊന്നും പറയുന്നില്ല. ഏതെങ്കിലും എക്സാമ്പിൾ നമുക്ക് ആലോചിച്ചാൽ മതി. നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരാളെക്കുറിച്ച് പറയാണ്, ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെയാണെങ്കിൽ അത് വിജയിക്കുമായിരുന്നു എന്നൊരു കാര്യം പറയുകയും എന്നാൽ ഇവൻ്റെ സ്വന്തം ജീവിതത്തിൽ വന്നാൽ അത് ചെയ്യില്ല. അല്ലെങ്കിൽ മറ്റൊരാളെ കാണുമ്പോൾ നീ എക്സസൈസ് ചെയ്യണം എല്ലാ ദിവസവും, എന്തെങ്കിലും ബോഡി ഫിറ്റ് ആവുമെന്ന് പറയുകയും എന്നാൽ സ്വന്തം ജീവിതത്തിൽ ഇതുവരെ എക്സസൈസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ല എങ്കിൽ അവരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. മറ്റൊരു പ്രധാന ലക്ഷണം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന, പൊതുവെ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തൊരു സ്വഭാവമാണ് സെൽഫിഷ് ആവുക എന്നുള്ളത്. എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടാനുണ്ടെങ്കിൽ അതെപ്പോഴും ഇങ്ങോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല സാമ്പത്തികമാണെങ്കിലും നമ്മുടെ സ്നേഹമാണെങ്കിലും സൗഹൃദമാണെങ്കിലും മറ്റെന്ത് നമ്മളിൽ നിന്ന് കിട്ടണമെങ്കിൽ അതൊക്കെ അങ്ങോട്ട് വലിച്ചെടുത്തോളും. പക്ഷേ സ്വന്തമായിട്ട് ഒരു സാധനം ആർക്കും കൊടുക്കില്ല. അങ്ങനെ സെൽഫിഷ് ആവുക, അതെന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിമ്പതി എമ്പതി പോലും കൊടുക്കാത്ത, സാമ്പത്തികം കൊടുക്കാത്ത, ഒരു സഹായം കൊടുക്കാത്ത, സ്നേഹം കൊടുക്കാത്ത, ആർക്കും കൊടുക്കില്ല. പക്ഷേ ഇങ്ങോട്ടെല്ലാം വാങ്ങുന്ന സ്വഭാവം എന്ന് പറയുന്നത് ഒരു ചതിയന്മാരുടെ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളുകളുടെ ലക്ഷണമാണ്. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും സാധാരണഗതിയിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്ന് ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രഥമ ദൃഷ്ട്യാ അവരെക്കുറിച്ച് അങ്ങനെ തോന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ലക്ഷണം. വെറുപ്പുളവാക്കുന്ന ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള പെരുമാറ്റമായിരിക്കില്ല മൊത്തത്തിൽ അവരൊന്നുണ്ടാവുക. നമുക്കൊരു ഇഷ്ടം തോന്നിയേക്കാം, അല്ലാതെ മുഴുവൻ വെറുപ്പായിട്ട് തോന്നണമെന്നില്ല. നേരെ തിരിച്ചു കാര്യങ്ങളുണ്ട്. കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നിക്കുന്ന, നല്ല സ്വഭാവമാണെന്ന് തോന്നാത്ത, നല്ല ബോഡി ലാംഗ്വേജ് ഇല്ലാത്ത, നല്ല ഒരു പോസ്ചർ ഇല്ലാത്ത ആളെ നമുക്ക് ചിലപ്പോൾ അടുപ്പിക്കാൻ തോന്നില്ല, പക്ഷേ നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളായിരിക്കും. അതുകൊണ്ട് ആളുകളുടെ ആകാര വടിവും അവരുടെ പോസ്ചറും നോക്കിയിട്ടല്ല വിശ്വസിക്കാൻ കൊള്ളുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടത്, പെരുമാറ്റം മൊത്തം നോക്കിയിട്ടാണ്.
അപ്പോൾ ഞാനിവിടെ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാത്ത പലരുടെയും രീതി എന്ന് പറയുന്നത് മൊത്തത്തിൽ അവർ ഈ ലക്ഷണങ്ങളൊക്കെ കാണിക്കുമെങ്കിലും അവരുടെ ശരീരഭാഷ ഒറ്റയടിക്ക് നമുക്ക് നൽകുന്ന സന്ദേശം നല്ല മിടുക്കൻ, നല്ല ആളാണ്, നന്നായിട്ട് പെരുമാറാൻ പറ്റും, നമുക്ക് കൂടെ കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. അതും ഒരു ലക്ഷണമായിട്ട് പറയാം. അങ്ങനെയുള്ള ആളുകളെ സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ലക്ഷണങ്ങളിൽ ഒരു 7 അതിലധികമോ ലക്ഷണമുണ്ടെങ്കിൽ അവരെ മെല്ലെ മെല്ലെ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. മുഴുവൻ ലക്ഷണങ്ങളും ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ അവരെ കൊണ്ടുവരരുത്. എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മുമ്പ് അപ്ലോഡ് ചെയ്ത 2 വീഡിയോ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത ധാരാളം വീഡിയോകളുണ്ട്, അതെല്ലാം ഒന്ന് കാണുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്.